പക്ഷേ അന്നേരം കെ ശൈലജ എന്ന് പറയുന്ന നമ്മുടെ CPM-ലെ കരുത്തുറ്റ വനിത എന്ന് ഞാൻ പറയേണ്ടി വരും. കാരണം കെ ശൈലജ, ഞാൻ പറയട്ടെ, ചാൾസ് ശോഭരാജിൽ മാത്രമേ ഞാൻ ഇത്ര ധൈര്യം കണ്ടിട്ടുള്ളൂ. അത് നിയമസഭയിൽ വെച്ചാണ് ശൈലജ ഇക്കാര്യം പറയുന്നത്. ഹൈന്ദവ രാഷ്ട്രത്തെ എതിർക്കുന്നവർ മുസ്ലിം രാഷ്ട്രത്തെയും എതിർക്കണ്ടേ എന്നാണ് കെ ശൈലജ പറയുന്നത്. പുള്ളിക്കാരിയെക്കുറിച്ച് പറയുമ്പം പലപ്പോഴും ഇത്തരത്തിലുള്ള നിലപാടുകൾ ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് കെ ശൈലജ എന്ന് നമുക്ക് പറയേണ്ടി വരും. നമുക്കറിയാം, ഹമാസിനെതിരെ ഇവിടെ ഒരാൾ പോലും പറയാനായിട്ട് ധൈര്യപ്പെടില്ല. ആ ഹമാസിനെതിരെ കെ ശൈലജ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഹമാസിനെതിരെ പറഞ്ഞത് ഇസ്രയേലിൽ ഹമാസ് ഭീകരർ നടത്തിയ ആക്രമണത്തെ മനസ്സാക്ഷി ഉള്ളവരെല്ലാം അപലപിക്കും എന്നാണ് പറഞ്ഞത്. കേരളത്തിലെ മാധ്യമപ്രവർത്തകരടക്കം ഈ കാര്യം പറഞ്ഞിട്ടില്ല. പോരാത്തതിന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, സബ്ജക്ട് ടു കറക്ഷൻ, മാപ്പിള കലാപം ഒരു വിഷയം ഇവിടെ നടന്നപ്പോൾ അന്നത് ജന്മഭൂമി കൊടുത്തിട്ടുണ്ട് എന്നാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. മാപ്പിള കലാപത്തെ സംബന്ധിച്ചാണ് എൻ്റെ ഓർമ്മ, സബ്ജക്ട് ടു കറക്ഷൻ. അതിലും ശൈലജ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതായത് ഇത് ഹൈന്ദവർക്ക് നേരെയുള്ള ആക്രമണം എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ പല സമയത്ത് സത്യം തുറന്നു പറയുക, വ്യത്യസ്തം എന്ന് പറയുന്നത് സത്യം തുറന്നു പറയുക എന്ന് പറയത്തില്ല. അതുപോലെയാണ് കെ ശൈലജ നിയമസഭയിൽ ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇനി ചിലപ്പോൾ മുസ്ലിം രാഷ്ട്രവാദത്തെയും എതിർക്കണ്ടേ എന്ന് പറഞ്ഞത് നമ്മുടെ വടകരയിൽ നിന്ന് കിട്ടിയ ഒരു അടി കാരണമാണോ? കാരണം വടകരയിൽ എനിക്കെതിരെ ലവ് ജിഹാദ് ഉണ്ടെന്ന് വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചു, അതുകൊണ്ട് ഞാൻ തോറ്റുപോയി എന്നുള്ള രീതിയിൽ പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, കാഫർ പരാമർശം വടകരയിലാണ് വന്നത്, ആരും തിരിഞ്ഞു നോക്കിയില്ല. അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അവിടെ നല്ല വർക്കൗട്ട് ആയിട്ടുണ്ട്. എന്താണ് ശൈലജയ്ക്ക് പറ്റിയത്? ഇത് എങ്ങോട്ടേക്കുള്ള പോക്കാണ് പുള്ളിക്കാരി? പണ്ടേ ഒരു കഥയുണ്ടായിരുന്നു. ഒരു മണ്ടനായ രാജാവ് അപ്പം അദ്ദേഹത്തെ കോമാളിയാക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള മന്ത്രിമാരെല്ലാം കൂടി ഇദ്ദേഹം കാണിക്കുന്ന കോമാളിത്തരം എല്ലാം ശരിയാണെന്ന് പറയും. അവസാനം എനിക്ക് തോന്നുന്നു മന്ത്രിമാരെല്ലാം കൂടെ ആലോചിച്ചിട്ടാണെന്ന് തോന്നുന്നു, എന്തായാലും കഥയുടെ ആലോചിച്ചിട്ട് പുള്ളി ഏറ്റവും വിലപിടിപ്പുള്ള ഒരു വസ്ത്രം ഇടിയിക്കുന്നതായിട്ട് ഒക്കെ ആംഗ്യം കാണിച്ച് വിവസ്ത്രനാക്കി സിംഹാസനത്തിനടുത്ത് നിർത്തി. എന്നിട്ട് എല്ലായിടത്തും ചോദിച്ചു, കൊള്ളാം, ഓക്കെ കൊള്ളാം, അടിപൊളിയാ എന്നൊക്കെ പറഞ്ഞ്, ഇതുപോലെ നല്ല സൗന്ദര്യമില്ല, ഇതുപോലെ നല്ല വസ്ത്രമില്ല, ഇത്രയും വില, എന്തൊരു സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞു. അടുത്ത് നിന്നൊരു കൊച്ചു പയ്യൻ പറഞ്ഞു, അയ്യേ രാജാവ് നഗ്നനായി നിൽക്കുന്നേ. ശൈലജ ടീച്ചർ ഇന്നലെ നിയമസഭയിൽ പറഞ്ഞത് ഈ കേരളത്തിലുടനീളമുള്ള ഹിന്ദു CPM അണികൾ പറയാൻ ആഗ്രഹിച്ച കാര്യമാണ്. അവർക്ക് പറയാനുള്ള സൗണ്ട് അല്ലെങ്കിൽ പറയാനുള്ള വേദിയില്ലായിരുന്നു, അതുകൊണ്ട് അത് വോട്ടിൽ കാണിച്ചു. ഇത് CPMകാർ മനസ്സിലാക്കണം. എന്തുകൊണ്ട് അടിസ്ഥാന വോട്ടുകൾ, ഈഴവ വോട്ടുകൾ പോയി ഹമാസും സദാം ഹുസൈനും നമ്മുടെ മലബാർ കലാപവും ഇതുപോലെ കാണിക്കുന്ന തോന്നിവാസങ്ങൾ, ഗണപതി മിത്ത് ഇതുപോലെ കാണിക്കുന്ന തോന്നിവാസങ്ങൾ ശരിയാണെന്ന് പറയേണ്ടി വരുന്ന ഒരവസ്ഥ, അതും CPM പോലുള്ള കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ശരിയല്ലാത്തതും ശരിയാണെന്ന് പറയേണ്ട ഒരവസ്ഥ. അതായത് ഏകീകൃതമായിട്ടുള്ള അല്ലെ കൂട്ടായ്മകളുടെ മുസ്ലിങ്ങളുടെ വോട്ട് പ്രതീക്ഷിച്ച് മുസ്ലിം എന്ത് കാണിക്കുന്നു അത് സപ്പോർട്ട് ചെയ്യുന്ന ഒരവസ്ഥ. അടിസ്ഥാന വോട്ടും ഈഴവ വോട്ടും ഹിന്ദു വോട്ടും ഉള്ള CPM വോട്ടടിച്ചു പോയി. ശൈലജ ടീച്ചർ അവിടെ ചെന്നു, മതേതര ജനാധിപത്യ സംവിധാനമൊക്കെ സംസാരിച്ചു. അവിടെയൊന്നും മുസ്ലിങ്ങളൊന്നും വോട്ട് ചെയ്തില്ല. കാരണം എന്താണെന്നറിയോ? അവിടെ മുസ്ലിം കോർഡിനേഷൻ ഉണ്ടായി. അതിന് UDF കാൻഡിഡേറ്റ് വർഗീയവാദിയൊന്നും ആവണമെന്നില്ല, വർഗീയവാദി ആവണ്ട, പേര് മതി. അയാളുടെ പേരെങ്ങനെ? ഷാഫി പറമ്പിൽ എന്ന പേര് മതി, അവർ വോട്ട് ചെയ്തോളും. ആ പേര് മാത്രം മതി. ഒരു കാഫറിന്റെയും കാര്യം ഇന്ന് കേരളത്തിലില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഒരു ആവശ്യവുമില്ലാതെ ഒരു മുസ്ലിമിനെ കൊണ്ടുവന്ന് എവിടെങ്കിലും നിർത്തിയാൽ ഏറ്റവും കൂടുതൽ ആ മുസ്ലിമിൻ്റെ കീഴിൽ പാർട്ടി നോക്കാതെ വോട്ട് ചെയ്യുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറി. അത് കഴിഞ്ഞിട്ട് പശ്ചിമ ബംഗാളുണ്ട്. അങ്ങനെ ഓരോരുത്തരും നോക്കിയാൽ മതി. ഇന്ത്യയിലുടനീളം ഈ പ്രാവശ്യം വോട്ട് ചെയ്ത് എങ്ങനെ? വോട്ടിംഗ് പാറ്റേൺ എങ്ങനെ? ഇന്ത്യയുടെ വോട്ടിംഗ് പാറ്റേൺ RSS പരിശോധിച്ചപ്പോൾ ഹിന്ദു വോട്ട് 40% UP-ൽ, 46% UP-ൽ, 98% മുസ്ലിങ്ങൾ, 100% വോട്ട് പശ്ചിമ ബംഗാളിൽ. അവിടെ 47% ഹിന്ദു വോട്ട് ചെയ്തിട്ട്. ഹിന്ദുവിന് സമയമില്ലല്ലോ വോട്ട് ചെയ്യാൻ, അവർക്ക് സമയമുണ്ടായിരുന്നു. കേരളത്തിലതാ സംഭവിച്ചത്. അതായത് മുസ്ലിമിൻ്റെ പ്രീണനത്തിന് വേണ്ടി ഇന്ത്യയിൽ നിന്ന പാർട്ടി ഏതാ? കോൺഗ്രസ് പാർട്ടി. അപ്പോൾ അവരുടെ എലക്ഷൻ മാനിഫെസ്റ്റോ ഉൾപ്പെടെയുള്ള പച്ചയായ മുസ്ലിം പ്രീണനമായിരുന്നല്ലോ. മുസ്ലിം രഹസ്യമായിട്ട് മുസ്ലിം ലീഗിനും അല്ലെങ്കിൽ മുസ്ലിം നേതാക്കന്മാർക്കും ഒക്കെ അറിയാം, നെഹ്റുവിൻ്റെ കാലം തൊട്ടേ ഞങ്ങളെ സൂചിപ്പിച്ച് ഞങ്ങളുടെ കാര്യങ്ങൾ അത്യാവശ്യം സംരക്ഷിച്ച് ഞങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചും ഒക്കെ പോകുന്ന പാർട്ടി കോൺഗ്രസ് പാർട്ടി തന്നെയാണ്. അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, അറിയാം. അവർക്ക് നേതാക്കന്മാർക്ക് അവർക്കും ഒക്കെ അറിയാം. പക്ഷേ സാധാരണക്കാരനായിട്ടുള്ള ആൾക്കാർക്ക് ഇത് മനസ്സിലായി വന്നില്ല. പക്ഷേ രാഹുൽ ഗാന്ധി വന്നതോടുകൂടി അവരുടെ നേതാക്കന്മാരുടെ സംസാരത്തോടു കൂടി ഇത് പച്ചയായി. രാഹുൽ ഗാന്ധി പരസ്യമായിട്ട് നിൽക്കുകയാണല്ലോ. ഈ പരസ്യമായിട്ട് ഹിന്ദു വിരുദ്ധത, അതായത് രാമജന്മഭൂമിയെ ഞങ്ങൾ പൊളിക്കും, അല്ലെങ്കിൽ രാമജന്മഭൂമി ഞങ്ങൾക്ക് വേണ്ട,
അല്ലെങ്കിൽ രാമജന്മഭൂമിക്ക് വേണ്ടി പ്രവർത്തിച്ച അവരെ നിങ്ങൾ തോൽപ്പിച്ചു. ഇപ്രാവശ്യം മാത്രം അവിടെ ജയിച്ചത്. ഇനി മുമ്പിലത്തെ പ്രാവശ്യമൊക്കെ പരിശോധിക്കുമ്പോൾ BJP ജയിച്ച 2 പ്രാവശ്യമേ ഉള്ളൂ. അയോധ്യയിൽ മറ്റ് പാർട്ടി SP-യും അല്ലെങ്കിൽ കോൺഗ്രസും ഒക്കെയാണ് ഇതുവരെ ജയിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം ജയിച്ചപ്പോൾ അതിൻ്റെ നെറേറ്റീവ് രാമജന്മഭൂമിയിൽ പോലും BJPക്ക് ജയിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ രാമജന്മഭൂമി എന്ന് പറയുന്ന ആ ഒരു വാക്കിനും അല്ലെങ്കിൽ രാമനും അത്രയ്ക്കുള്ള വിലയേ ഉള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇത് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ നിൽക്കുന്നു. ഏത് കലാപവും ഏത് വിഷയങ്ങളും ഹിന്ദു ഉണ്ടാക്കുന്നതാണ് ഇന്ത്യയിൽ എന്ന് പറയുന്നതും ഹിന്ദു അഹിംസാവാദിയാണെന്ന് പറയുമ്പോഴും ഹിന്ദു പ്രശ്നക്കാരനാണെന്ന് പറയുമ്പോഴും അതിൻ്റെ കൂടെ നിൽക്കേണ്ട ബാധ്യത ഇവിടുത്തെ മുസ്ലിങ്ങൾക്കുണ്ട്. അത് മുസ്ലിം തീവ്രവാദി സ്വഭാവമുള്ളവരും അല്ലാത്തവരും ആ കൂട്ടായ്മയുടെ കൂടെ നിൽക്കുന്നു. അതാണ് നമുക്ക് സങ്കടകരം. മുസ്ലിമിനകത്ത് നിങ്ങളീ പറയുന്ന തീവ്രവാദ സ്വഭാവമുള്ള ആൾക്കാർ 10% ഉള്ളെന്ന് പറയുമ്പോഴും ഇതുപോലുള്ള വോട്ടിംഗ് പാറ്റേൺ വരുമ്പോൾ അവർ ഏതാണ്ട് ഒരു 60-65% ഒന്ന് ചോട്ടിയുന്നുണ്ട്, അല്ലെങ്കിൽ 70% ഒന്ന് ചോട്ടിയുന്നുണ്ട്. ഇത് എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല? അത് അവർ പറയുന്നത് ശരിയോ ശരിയേടോ അവരുടെ വോട്ട് ഒന്നിച്ച് വരുന്നത് ഞങ്ങൾക്ക് വന്നോട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ പാർട്ടിക്കാരും നിൽക്കുന്നതിൻ്റെ കൂടെ CPM നിന്നു. ശൈലജ നേരത്തെ അഭിപ്രായം പറഞ്ഞു. ശൈലജ നേരത്തെ ഹമാസിൻ്റെ വിഷയം വന്നപ്പോൾ അവർ കൃത്യമായ അഭിപ്രായം പറഞ്ഞു. ഒരു കമ്മ്യൂണിസ്റ്റുകാർക്ക് പറയേണ്ട അഭിപ്രായം പറഞ്ഞു. ലോകം മൊത്തവും ഹമാസ് എന്ന് പറയുന്നത് ഭീകര സംഘടനയെന്ന് മുസ്ലിം രാജ്യങ്ങൾ, നമ്മുടെ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ വരെ അംഗീകരിച്ച് അടുപ്പിക്കാത്ത അത് അവർ കാണിക്കുന്ന ഭീകരതയാണ്, അവർ കാണിക്കുന്ന തോന്നിവാസമാണ്. അത് പാലസ്തീന് വേണ്ടി അവർ കാണിക്കുന്ന തോന്നിവാസമാണെന്ന് പറഞ്ഞതിന് അവരെ സൈഡ് ലൈൻ ചെയ്തില്ലേ? അവർക്ക് കൂടെ എന്ന് അഭിപ്രായം പറയാൻ ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ഉണ്ടായിരുന്നോ? അത് ശരിയല്ലെന്ന് സംസ്ഥാന സെക്രട്ടറിക്ക് പറയേണ്ടി വന്നില്ലേ? അപ്പോൾ ഇപ്പൊ ഈ പറഞ്ഞത് ശരിയാണ്. മുസ്ലിം ലീഗ് ഇന്ത്യ വിഭജന സമയത്ത് പാകിസ്ഥാന് വേണ്ടി നിന്ന ജിന്നയുടെ പാർട്ടിയായിട്ടുള്ള മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ കൂടെ നിന്ന് വോട്ട് ചോദിക്കുമ്പോൾ ആ മുസ്ലിം ലീഗ് എന്നുള്ള പാർട്ടിയും മതേതര പാർട്ടിയും ഇവിടെ ഹിന്ദുത്വ എന്ന് പറയുന്ന ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടി വർഗീയ പാർട്ടിയാവുന്നത് എങ്ങനെ? അതെന്താ ഒരാൾക്കും സംസാരിക്കാൻ വയ്യ, പിണറായി വിജയന് സംസാരിക്കാൻ വയ്യ, അല്ലെ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാർക്ക് സംസാരിക്കാൻ വയ്യ ഇത് വർഗീയ പാർട്ടിയാണെന്ന്. അപ്പോൾ ശൈലജ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശൈലജയുടെ കാര്യം തീർന്നു. CPM-നകത്താണെങ്കിൽ ശൈലജയുടെ കാര്യം തീർന്നു. ഇതുവരെയുള്ള കാര്യം വെച്ചിട്ട് ശൈലജ ആരും സംരക്ഷിക്കാൻ കാണത്തില്ല. ഇനി അതിനകത്തുള്ള CPM മുഖം മൂടിയിട്ട് PFI-ക്കാർ വരെ വെച്ചേക്കുവോ? CPM മുഖം മൂടിയിട്ട് PFI-ക്കാർ ഇപ്പോൾ കോൺഗ്രസിലുണ്ട്. അതുകൊണ്ട് ആ ചറപറ SFI-ക്കാരൻ അടി മേടിക്കുന്നത്. SFI-ക്കും DYFI-ക്കും ഒക്കെ മേടിക്കുന്നുണ്ട്. കലാലയങ്ങൾ നിങ്ങൾ പരിശോധിച്ചോ? SFI-യെ തൊടാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അടി പടപടാ മേടിക്കുക. എൻ്റെ അർത്ഥം എന്തുവാ? പേര് നോക്കുമ്പോൾ ഹുസൈന്, ജാഫർ, മറ്റേ മറിച്ചത് എല്ലാം കേസിലെ പ്രതികൾ എവിടെ നിന്ന് വന്നു? ഇന്നലെ വരെ ചത്ത് കിടന്ന ഇതിനകത്ത് എവിടെ നിന്ന് ആൾ വന്നു? അടി അങ്ങനെ SFI-ക്കാരൻ പോലും നേരത്തെ എനിക്കറിയാം. SFI-നെ കൂടാന്ന് പറഞ്ഞാൽ SFI എന്ന് പറഞ്ഞാൽ അന്നേരെ ആ പിള്ളേർ വീട്ടിൽ പോകും. കാരണം മനസ്സിലായില്ലേ? ഇത്രയും പറഞ്ഞാൽ മതി. SFI-യുടെ നേട് കണ്ടാൽ മതി, അല്ല DYFI-യുടെ നേട് മതി. ഇപ്പൊ തിരിഞ്ഞിരിക്കുക, അടി ആവശ്യം പോലെ മേടിക്കുക. ശൈലജ ഇത് മനഃപൂർവ്വം പറഞ്ഞതാണ്. ശൈലജ അനുഭവിച്ചറിഞ്ഞു. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ പശ്ചിമ ബംഗാളിലെ കോൺഗ്രസിൻ്റെ ഒരു നേതാവ് ഉണ്ടായിരുന്നല്ലോ, കഴിഞ്ഞ പ്രാവശ്യത്തെ ലോക്സഭാ നേതാവ്. പുള്ളി അനുഭവിച്ചറിഞ്ഞപ്പോഴാണെന്നല്ലോ പറഞ്ഞു, എൻ്റെ പേര് ഹിന്ദു പേരായിപ്പോയി, അതുകൊണ്ട് ഞാൻ തോറ്റില്ലെന്ന്. ഇവനോടൊക്കെ എത്ര കാലം കൊണ്ട് പറയുക ഇവിടെ വർഗീയത ഊട്ടി വളർത്തരുത്, അല്ലെങ്കിൽ നേരായ രീതി നിൽക്കണം. ഇയാൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ ജനാധിപത്യ സംവിധാനത്തിൽ കൂടെ നിൽക്കണം. അപ്പം അയാൾക്ക് 58% അവിടെ വോട്ടുണ്ടായിരുന്നു മുസ്ലിങ്ങളുടെ. അപ്പം അത് വോട്ട് വേണം, അതിന് മുസ്ലിമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആൾ. മുസ്ലിം നല്ല ആൾക്കാരാ, നല്ലതുപോലെ ജീവിക്കുന്നവർ നല്ല ആൾക്കാരെന്നെ പറയാൻ പറ്റൂ. നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി ജീവിക്കുന്ന മുസ്ലിങ്ങളുണ്ട്, ദേശസ്നേഹികളുണ്ട്, അവരെ നമ്മൾ അംഗീകരിച്ചേ മതിയാവത്തുള്ളൂ. അതിന് പകരം തീവ്രവാദികളുടെ ചെയ്തികളെല്ലാം മുസ്ലിങ്ങളുടെ അംഗീകരിക്കുകയും മുസ്ലിങ്ങളാണെന്നൊക്കെ പറയുകയും ചെയ്തിരുന്നപ്പം ഇവിടെ ഇപ്പം വേറെ സംസ്ഥാനത്ത് നിന്ന് വന്ന് മുസ്ലിം കാൻഡിഡേറ്റ് ഇരുന്നപ്പോൾ ആ കോൺഗ്രസ് നേതാവ് ലോക്സഭയിൽ കഴിഞ്ഞ് അതിരംഗം ചൗധരി തോറ്റുപോയിട്ട് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? ആരെങ്കിലും സംരക്ഷിക്കാനുണ്ടോ? ആരുമില്ല. കോൺഗ്രസിൻ്റെ AICC പ്രസിഡന്റ് വരെ അയാളെ തള്ളിക്കളഞ്ഞു. അപ്പോൾ ഇവിടെ KK ശൈലജ എന്ന് പറയുന്ന വ്യക്തിക്ക് പാർട്ടിയുടെ 100% വോട്ടുള്ള, കണ്ണൂരിനെക്കാട്ടി വോട്ടുള്ള ഒരു സ്ഥലത്ത് ചെന്ന് മത്സരിക്കേണ്ടി വരുമ്പോൾ അവരെ കമ്മ്യൂണിസ്റ്റുകാരിയായിട്ട് അവിടുത്തെ മുസ്ലിം കമ്മ്യൂണിസ്റ്റ് പോലും കാണാതെ വോട്ട് കിട്ടാതെ വന്നപ്പോഴാണ് അവർക്ക് ഇവിടുത്തെ വർഗീയ ധ്രുവീകരണം മനസ്സിലായത്. ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഹിന്ദുവിൻ്റെ വോട്ടാണ് എനിക്ക് കിട്ടുന്നത്. ഇപ്പോഴാണ് മനസ്സിലായി എന്നെ നേതാവാക്കിയത് ഇതിനകത്ത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ഹിന്ദുക്കളാണെന്ന്. അതിൻ്റെ വികാരത്തിൽ പറഞ്ഞു പോയതാ. എന്നിട്ടും അതിന് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന ആ ഭീരുത്വം ഉണ്ടല്ലോ, അതൊരു കമ്മ്യൂണിസ്റ്റുകാരിക്ക് പറ്റിയതല്ല. ആ ഭീരുത്വം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്ന് ഉണ്ടായി തുടങ്ങിയോ അന്ന് തൊട്ട് ഈ പാർട്ടി തീർന്നു തുടങ്ങി. ഈ പാർട്ടി ഈ ഭീരുത്വം മാറ്റി നിർത്തി മതേതര ജനാധിപത്യ സംവിധാനത്തിൽ കൂടി പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ പോയാൽ ഒരു പക്ഷേ ആ മെറിറ്റ് കണ്ട് പണ്ട് ഇതിനകത്ത് ആൾ വന്നതുപോലെ ഇനിയും ആൾ വരും.
ഇവർ ഈ പറയുന്നത് പോലെ ഈ ധ്രുവീകരണമൊക്കെ ഒരു സൈഡിൽ ഉണ്ടായാൽ മറ്റേ സൈഡിൽ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും ധനുഷേ. ഈ മുസ്ലിം നമ്മളൊരു കൂട്ടമായിട്ട് അങ്ങനെ നിൽക്കുക, അതിനകത്തുനിന്ന് ഒരു 10 പേര് അപ്പുറത്തോട്ട് മാറി ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ വേറെ കൂട്ടമാണ്. അതാ അങ്ങോട്ട് അവർ മാറി അന്നേരം നിന്ന് ഒരു കൂട്ടം ഉണ്ടെങ്കിൽ ഇപ്പുറത്തെ കൂട്ടം ഓട്ടോമാറ്റിക്കലി ഇവർ തമ്മിൽ ആ കൂട്ടം തമ്മിൽ നാളെ കാലത്തെ ഒരു സഹകരണവും സംവിധാനവും ഒക്കെ ആയി അതൊരു ഇവർ പ്ലാൻഡായിട്ട് മാറിയ കൂട്ടത്തിനപ്പുറം അവരൊരു കൂട്ടമായിട്ട് മാറി. ഇതാണ് പ്രകൃതി നിയമം. അപ്പം ഇവിടുത്തെ എല്ലാവരും മനസ്സിലാക്കുക, ശൈലജ ടീച്ചർ പറഞ്ഞതുകൊണ്ട് നാളെ ശൈലജ ടീച്ചർ ചാണകത്തിൽ ചവിട്ടിയതായും ബാലൻസ് ചെയ്തിട്ടുണ്ടല്ലോ. ബാലൻസ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഈ ഹമാസിന്റെ കാര്യം പറഞ്ഞപ്പോഴും പുള്ളി പറയുന്നു, ഹമാസിന്റെ ഞാൻ ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിലും ഞാൻ ഹമാസ് ഭീകര സംഘടനയാണെന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ പറയുന്നുണ്ട് പാലസ്തീനെ നമ്മൾ ചേർത്ത് പിടിക്കണം, പാലസ്തീൻ അനുഭവിക്കുന്ന വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. രണ്ടാമത്തെ കാര്യം, ഈ അവിടെ മുസ്ലിം രാഷ്ട്രവാദത്തെ എതിർക്കുന്നു എന്ന് പറയുമ്പോഴും ശൈലജ ടീച്ചർ പേടിച്ചിട്ട് പറയാണ്, പക്ഷേ ലവ് ജിഹാദ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പൊ ഈ ഒരു ബാലൻസിങ് ഉണ്ടല്ലോ, ടീച്ചർ എന്തിനാണ് ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നത്? പേടിച്ചിട്ടാണോ? ഉറപ്പായിട്ടും പേടിച്ചിട്ട്. അവർക്ക് ബോധ്യമില്ല ഹിന്ദു വോട്ടുകൾ അവർക്ക് വേണ്ടി ഏകീകരിക്കുന്നു, മറ്റേ വോട്ടുകൾ ഏകീകരിക്കുമെന്ന് അറിയാം. അവിടെ ഏറ്റവും കൂടുതലുള്ളത് ഹിന്ദു വോട്ടുകളാണ്. അവർക്ക് ആ ഹിന്ദു വോട്ടുകൾ ഒന്നിച്ച് കിട്ടിയാണേ അവർ കൃത്യമായിട്ട് രാഷ്ട്രീയം പറയുന്ന ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എനിക്കൊരു അനുഭവം ഞാൻ പറഞ്ഞുതരാം. നമ്മളീ പറയുന്ന ആൾക്കാർ ഇതേമാതിരി ഒരു വികാരമുള്ള ആൾക്കാരൊക്കെ 10% കറക്റ്റായിട്ടുള്ള ആൾക്കാർ കൂടുതലാണ്. കാരണം നമ്മുടെ അടുത്ത് ഇപ്പോൾ അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൃഷ്ണകുമാർ എന്ന് പറയും, കോൺഗ്രസ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ. അദ്ദേഹം ഒരു നല്ല പാർട്ടിക്കാരനാണ്, എല്ലാവർക്കും സമ്മതനാണ്. കോൺഗ്രസ് ആണെങ്കിലും സമ്മതനാണ്. ഒന്നും പാർട്ടിയുടെ പൊതു പ്രവർത്തനമാണ്, അല്ലാതെ അതിനകത്ത് പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒന്നും ഉണ്ടാക്കിയിട്ട് കല്യാണം കഴിച്ചിട്ടില്ല. വീടൊക്കെ എന്ന് പറഞ്ഞാൽ മഴ പെയ്യുമ്പം കട്ടിൽ മാറ്റിയിടേണ്ടി വരും, കാരണം അവിടെ ഇവിടെ അദ്ദേഹം കടമ്പനാട് പഞ്ചായത്ത് നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു വാർഡിൽ മത്സരിക്കുകയാണ്. PDP ഉൾപ്പെടെ ഏറ്റവും തീവ്രമായ 85% 90% മുസ്ലിങ്ങൾ മാത്രമുള്ള വാർഡാണ്. മുസ്ലിം കാൻഡിഡേറ്റ് ആണ് അപ്പുറത്ത് നിൽക്കുന്നത്. ഇദ്ദേഹം അവിടെ നിൽക്കും. ഇദ്ദേഹത്തിന് വാരിയർമാരാണ്. കാരണം നെറ്റിക്കാണെങ്കിൽ ഒരു 24 കുറിയാണ്. കാരണം പുള്ളിയുടെ തത്വം അനുസരിച്ച് രാവിലെ കുളിച്ചിട്ട് ഒത്തിരി ചുവന്നൂറിയാൽ അയാൾ അവിടെ നിന്നു, അയാളെ അവർ ജയിപ്പിച്ചു. എന്ന് വെച്ചാൽ അയാളെ അവർക്കറിയാം, അയാൾ ഒരു ജാതിയുടെ ആളല്ല. അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി, അത് ഹിന്ദു ആയതുകൊണ്ട് ഐഡൻറ്റിറ്റി നടക്കും, ആരോടും വേർതിരിവൊന്നുമില്ല, സ്വജന പക്ഷപാതമില്ല. അപ്പം ഞാനീ പറഞ്ഞ ഈ ശൈലജയൊക്കെ കളിക്കുന്ന കളി ഇപ്പം കുറച്ചെങ്കിലും പറയേണ്ടി വരുന്നെങ്കിലും കൃത്യമായ സത്യസന്ധമായ ഒരു കമ്മ്യൂണിസ്റ്റായിട്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ പ്രവർത്തിച്ച് അവൻ്റെ കൂടെ എല്ലാവരും കാണും. ഈ കമ്മ്യൂണിസ്റ്റും അല്ലെങ്കിൽ സംവിധാനവും ഒക്കെ പൊളിയുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് അല്ല, അതിൻ്റെ പേര് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ചട്ട ഇട്ടുകൊണ്ട് വേറെ പണി ചെയ്യുന്നു. ഇത് ജനങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ജനങ്ങൾ അതിനകത്ത് അവർക്ക് കൂടുതൽ ഇഷ്ടമുള്ളതും അവരെ സംരക്ഷിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള പാർട്ടിയുടെ ഒക്കെ പുറകെ പോകുന്നു. അപ്പോൾ ഇവിടുത്തെ മുസ്ലിങ്ങളെ അയാളെ സംരക്ഷിക്കാൻ എല്ലാവരെയും സംരക്ഷിച്ചോളും, ഞങ്ങളെ സംരക്ഷിച്ചോളും എന്ന് പറഞ്ഞാൽ അടിസ്ഥാന വർഗവും അല്ലെങ്കിൽ പാവം പിടിച്ചവനും ഒക്കെ കൂടെ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നോക്കിയപ്പോൾ ഞങ്ങളെ സംരക്ഷിക്കാനൊന്നുമില്ല, മുസ്ലിങ്ങളെ സംരക്ഷിക്കാനായിട്ട് മാത്രം പാർട്ടി പോകും. അതുകൊണ്ട് ഞങ്ങളെ സംരക്ഷിക്കുന്ന ഹിന്ദു പാർട്ടിയായിട്ടുള്ള BJP-യിലോട്ട് പോയി. ശൈലജ ടീച്ചറിന്റെ പ്രസ്താവന കണ്ടാൽ അറിയാം മുസ്ലിം ലീഗിനെ ഉന്നം വെച്ച് പറഞ്ഞതാണെന്ന് കൃത്യമായിട്ട് അറിയാം. പക്ഷേ പിന്നീട് ടീച്ചർ പറഞ്ഞു ഞാൻ മുസ്ലിം ലീഗിനെ ഉന്നം അതെ, മുസ്ലിം ലീഗിനെ ഉന്നം വെച്ച് പറഞ്ഞതാണെന്ന് പറയാനുള്ള തന്റെ വർക്കിൽ. കാരണം മുസ്ലിം ലീഗിനെ ഇപ്പോഴും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് സ്ഥിരമായിട്ട് ഒരു ഭരണ സംവിധാനത്തിലേക്ക് പോകുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക CPM. കാരണം CPM-നകത്തുനിന്ന് CPM-ന്റെ ഇപ്പോഴത്തെ ചിന്ത എപ്പോഴും 15 സീറ്റ് 20 സീറ്റിനകത്ത് ജാതിയുടെ പേരിൽ ജയിക്കാൻ പറ്റുന്ന പാർട്ടിയായിട്ടുള്ള മുസ്ലിം ലീഗ് കൂടെ ഉണ്ടെങ്കിൽ ബാക്കി പിടിച്ചാൽ മതിയല്ലോ. അപ്പം ബാക്കിയുള്ളവർക്ക് ആ ഒത്തൊരുമയോ അല്ലെങ്കിൽ ഈ വലിയ പാർട്ടിക്കും ആൾക്കാരെ പിടിച്ചു നിർത്താനുള്ള കഴിവില്ല. പക്ഷേ ജാതിയുടെ പേരിൽ നിൽക്കുന്ന ഒരു പാർട്ടി മലബാർ സൈഡിൽ ഒരു പാർട്ടിയുടെ കൂടെ പോലും മത്സരിക്കാതെ നിന്നാൽ പോലും 15-നകത്തും 20-നകത്തും സീറ്റ് പിടിക്കാൻ സാധിക്കും എന്ന് പറയുമ്പോൾ ധനുഷ്, ഇത് നമുക്ക് പ്രേക്ഷകർക്ക് പറയാനുള്ളത് പച്ചയായ ജാതി പാർട്ടിയത്. എന്താ സംശയം? എന്നാൽ ബാക്കിയുള്ളവർക്ക് എന്താ മത്സരിച്ച് ജയിക്കാൻ പറ്റാത്തത്? അതായത് പച്ചയായ ജാതി പാർട്ടി. അയാളും പറയുന്നത് ഇവിടെ ഒരു MP ഉണ്ടായത് കുറ്റമാണെന്ന്. അതിന്റെ നേതാവും പറയുന്നത് എന്തോന്നു, BJP-ക്ക് MP ഉണ്ടായത് അപകടകരമാണ്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി പച്ചയായ ജാതി പറഞ്ഞിട്ട് അവിടെ 10-20 പേർക്ക് ജയിക്കാൻ പറ്റുന്ന സംവിധാനത്തിലേക്ക് നിൽക്കുന്ന പാർട്ടി BJP ജയിച്ചപ്പോൾ ആശങ്ക പറയുകയാണ്. ആ ആശങ്കയുടെ കൂടെ ഇവിടുത്തെ കോൺഗ്രസും അല്ലെങ്കിൽ CPM ഒക്കെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനും ഒക്കെ നാളെ കാലത്തെ മുസ്ലിം ലീഗൊക്കെ അങ്ങോട്ട് മാറിയാൽ ജയിക്കാൻ പറ്റത്തില്ല എന്നുള്ള തോന്നൽ വരുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.